എനിക്ക് നടന്നു വരുമ്പോ അവിടെ നില്ല എവിടെ നില്ല എവിടെ പോടി എവിടെ പ്രശ്നം എന്താ നീ ഉദ്ദേശിക്കണേ? വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് പടവലക്കത്തോ നെയ്യാറ്റിങ്കിലോ പോകാനാണെന്ന്. ഇപ്പൊ എന്റെ വീട് അപ്പുറത്തല്ലേ ഇല്ല. അത് തന്നെ എന്ത് കോമൺ സെൻസ്? നമ്മൾ ഈ ഒളിച്ച് താമസിക്കുമ്പോ അഥവാ ഒളിവിൽ പോകുമ്പോ എല്ലാരും വിചാരിക്കും നമ്മൾ ദൂരെ എവിടെങ്കിലും ആയിരിക്കും മാറി നിൽക്കണേന്ന്. അപ്പൊ നമ്മൾ വീടിന്റെ തൊട്ടടുത്ത് തന്നെ മാറി നിൽക്കുന്ന ആരും പ്രതീക്ഷിക്കില്ല. അതാണ് ഒളിവിൽ താമസിക്കുന്നതിന്റെ ബുദ്ധി. കോമൺ സെൻസ്. ഇത് ഒളിവിൽ താമസിക്കുമ്പോ മിനിമം ഇത്രയെങ്കിലും വേണം. ഒളിവിൽ താമസിക്കേ? തനിക്ക് ഇതിന്റെ സീരിയസ്നെസ് കറക്റ്റ് വൃത്തി അങ്ങോട്ട് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണ് താനി പറഞ്ഞോണ്ടിരിക്കണേ. തനിക്കിപ്പോ 18 വയസ്സ് തികഞ്ഞല്ലോ. അതിന് എനിക്ക് 21 വയസ്സ് തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്റെ ഡാഡി കൊണ്ടുപോയി കേസ് കൊടുക്കും. അതായത് എനിക്ക് 21 വയസ്സ് തികയാത്തത് കൊണ്ടും തനിക്ക് 18 വയസ്സ് തികഞ്ഞത് കൊണ്ടും തന്നെ എന്റെ വീട്ടുകാർ പിടിച്ച് വീട്ടുതടങ്കലിൽ വെച്ചേക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരെ കൊണ്ടുപോയി കേസ് കൊടുത്താ ഞാനകത്താവും, എന്റെ കുടുംബക്കാർ മൊത്തം അകത്താവും. കുറച്ച് വർഷം മുമ്പാണെങ്കിൽ ഞാൻ വല്ല ജൂനിയറിലെ പോകത്തുള്ളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നേരെ മെയിനിൽ ചെന്ന് കയറി കൊടുക്കും. നമുക്കതുകൊണ്ട് രാത്രി വരെ ഇവിടെ നിൽക്കാം. രാത്രി കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. അതിന് മുമ്പ് എല്ലാത്തിനും തീരുമാനമാവും. ഇപ്പൊ തന്നെ തന്റെ ഡാഡി പോലീസും പട്ടാളമായിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്നിപ്പുണ്ടാവും. അല്ല, പക്ഷെ ഇത് ആരുടെ വീട്? ഇത് നമ്മുടെ ബാസിയുടെ വീട്. ഏത്? എന്റെ ഡാഡി തരിക തെമ്മാടിയുടെ വീടോ? അല്ല, അപ്പൊ ബാസ്യങ്ങളുടെ വീടല്ലേ ഇത്? ബാസ്യങ്ങള് വീട്ടിലില്ലായിരുന്നാ? ഞാൻ വീട്ടിലില്ലായിരുന്നു. ഇവിടെ തണ്ടാൻ പോയിട്ട് എവിടെ പോയിട്ട് പറഞ്ഞു? ഞാൻ ഇവിടെ വൈറ്റിലല്ലേ ഭിക്ഷക്കാരെ സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരണടാ. ബാസ്യങ്ങളുടെ ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെ പിടിച്ചൊക്കെ കൗണ്ടറാക്കി തിരിച്ചടിക്കും. കൊച്ചു കള്ളായി, തെമ്മാടി, തെണ്ടി, ഇനി വേറെ ഒന്നുമില്ലടാ ബാക്കി വിളിക്കേ. നമ്മൾ തമ്മിൽ എങ്ങനെയാണ് ബാസ്യങ്ങളെ? ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയുന്നില്ലേ. അങ്കിൾ ഇതൊക്കെ കാര്യമായിട്ട് എടുക്കണോ? അങ്കിളെ ഇത് മെർലിൻ. മെർലിൻ എനിക്കറിയാല്ല, ഡാഡിയെ പ്രത്യേകിച്ച് നന്നായിട്ട് അറിയാല്ല. അതെനിക്കറിയാം, ഞാൻ അതല്ലേ പറഞ്ഞേ. നമ്മളെ അങ്കിൾ 5 മിനിറ്റ് സംസാരിക്കും മെർലിന്റെ അടുത്ത്. സംസാരിക്കാൻ 5 മിനിറ്റ് മെർലിന്റെ അടുത്ത്. എന്തിനു സംസാരിക്കാം? നീ കാര്യം പറയണേ കൊണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ സംസാരിക്കുമ്പോൾ അങ്കിളിന്റെ കാര്യം ഇങ്ങനെ പറയെങ്കിലേ. അങ്കിള് നമ്മുടെ വീടിന്റെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ. അല്ല അങ്കിളെ, പറയണ കേട്ടിട്ടോ, നമ്മള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്കിളുടെ കാര്യം സംസാരിക്കും. ഇന്നലെ അല്ലേ നമ്മൾ അങ്കിളുടെ കാര്യം സംസാരിച്ചില്ലേ? സംസാരിച്ച് നമ്മൾ അങ്കിളുടെ കാര്യം ഇന്നലെ സംസാരിച്ചല്ലേ? അപ്പൊ ഞാനിങ്ങനെ അങ്കിളുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അങ്കിളുടെ ശരിക്കുള്ള സ്വഭാവം എന്തായിരുന്നു മെർലിന് മനസ്സിലായത്. അപ്പോ കേട്ട് കഴിഞ്ഞു ഉടനെ എനിക്ക് ബാസ്യങ്ങളെ കാണണം, അയ്യോ എനിക്ക് ബാസ്യങ്ങളുടെ വീട്ടിൽ പോണം, ബാസ്യങ്ങളെ കാണണം, ബാസ്യങ്ങളെ പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞോട്ട് പൊന്നെ അങ്കിളെ. മക്കളെ കേശു, നിന്റെ അച്ഛൻ ഉണ്ടല്ലോ ഉടായിപ്പ് ബാലു, അവന്റെ കൂട്ടുകാരനാണ് ഞാൻ. അതുകൊണ്ട് നീ എന്നെ ഒരുപാടങ്ങ് പൊക്കല്ലേ. വാ കേറി വാ രണ്ടും. ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ നിന്നപ്പോ നിങ്ങള് പട്ടാളം, പോലീസ്, കോടതി, ജുവനൈൽ ഹോം, ജയിൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. ഞാൻ കേട്ടല്ലേ, ഞാൻ അവിടെ നിൽക്കല്ലായിരുന്ന? കേട്ടോ? മൊത്തം കേട്ടോ? കുറച്ചൊക്കെ കേട്ട്, ഇതൊക്കെ കേട്ട്. പട്ടാളം, പോലീസ്, എന്താണ് പ്രശ്നം? സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്കിളെ, ഇവിടെ മെർലിന്റെ ഫാദർ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണല്ലോ. ഒബിയസ്ലി ഒരുപാട് ശത്രുക്കളൊക്കെ കാണും. അപ്പോ അങ്ങനെ ശത്രുക്കളിൽ നിന്ന് അങ്ങനെ അടിയിടി വഴക്ക്, പ്രശ്നങ്ങള്, കേസ്, പട്ടാളം, പോലീസൊക്കെ ആവശ്യമായിട്ടൊക്കെ വരുമല്ലോ. ഞാൻ വേറെ ഉള്ള കാര്യം പറയാം. അങ്ങേര് ശത്രുക്കളെ ഉണ്ടാക്കാനും വഴി കൂടെ പോണ ആടി ഇറന്ന് വാങ്ങിക്കാനും കാരണമാണ്. പക്ഷെ ആള് സ്ട്രൈറ്റ് ആണ്. എന്റെ വരി ചൂട് വെളിയില്. അങ്ങനെ ചൊറിഞ്ഞ വർത്താൻ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. നമുക്കിപ്പോ ഉള്ള ഒരേ ഒരു പിടിവള്ളിയാണത്. നീ ആ വള്ളി വെട്ടി തള്ളല്, അതീ പിടിച്ചൊന്ന് കേറിപ്പൊക്കോട്ട് കേട്ടാ. ഒരു വള്ളിയാണെന്ന് എനിക്കും അറിയാം, പക്ഷെ സഹിച്ചേ പറ്റൂ. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം നെഞ്ചിൽ പ്രേമം നൽകി, പ്രേമം ചുണ്ടിൽ രാഗം നൽകി, രാഗം മൂളാനീണം നൽകി, ഈണം മെയ്യും മീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം കൊട്ടി താളക്കൊമ്പത്തു ഞാലാടിപ്പാടൂ നിർത്തണുണ്ടാ നീ? എന്തേ? നിനക്കൊരു ടെൻഷൻ ഇല്ലേ കൊച്ചെ? ഇത്ര കൂളായിട്ടിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കണ നീ എന്താ? നീ ഇങ്ങോട്ട് ചോദിച്ചു വന്നേ. നീ ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിരിക്കേ. നീ ഇവിടെ വന്നിരിക്കേ, നമുക്ക് ആടാം, നല്ല രസമുണ്ട്. എന്താടാ ജയിച്ചു വരുന്നുണ്ടോ? ഇതൊക്കെ ഏത് പിള്ളേർ ഇവിടെ നലമ്പുണ്ടാക്കണേ?
ഒക്കെ ഏതാണോ എന്തോ എന്റെ അച്ഛൻ പറഞ്ഞോട്ടേ ഇരിക്കൂ. പിള്ളേരെ നാട് മൊത്തം സ്പൈ എന്നാണല്ലോ പറയണേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.